ഹലോ, ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പച്ചക്കളറിലുള്ള ഡ്രമ്മിൻ്റെ കാര്യമാണേ. അതെ, ഇത് ബയോഗ്യാസിൻ്റെ മുകളിലത്തെ അടപ്പാണ്. ഗ്യാസ് ഫോം ചെയ്യുമ്പോൾ ഇത് മുകളിലേക്ക് പൊങ്ങി വരും. അതിൽ നിന്നൊരു പൈപ്പിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടാണ് ബയോഗ്യാസ് നമ്മൾ ഗ്യാസ് സ്റ്റവിലേക്ക് എടുക്കുന്നത്. ഇതിപ്പോൾ ബയോഗ്യാസിന് വേണ്ടിയിട്ടുള്ളതൊന്നല്ല കേട്ടോ, നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് റെഡിയാക്കുകയാണ്. ഇവിടെ അടുത്തൊരു വീട്ടിൽ ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ആവശ്യവും അവർക്കത് വേണ്ടാന്നുള്ള കാര്യം മനസ്സിലാക്കി ഞങ്ങളതങ്ങോട്ട് മേടിച്ചു. ആ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ 2 ബക്കറ്റ് പച്ച ചാണകവും കൊണ്ടുവന്നിരുന്നു. ഈ ബയോഗ്യാസ് സെറ്റ് ചെയ്യാൻ പച്ച ചാണകം അത്യാവശ്യമാണല്ലോ. പിന്നെ കുറച്ച് പൊതിമടലുണ്ടായിരുന്നു, അതെല്ലാം ആദ്യം അതിലേക്ക് ഇട്ടു. അടുത്തായിട്ട് കൊണ്ടുവന്ന പച്ച ചാണകം ഇതിലേക്ക് ഇടുകയാണ്. ഈ ചാണകമൊക്കെ എടുക്കാൻ അറപ്പില്ലാത്തവർക്കേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ പച്ച ചാണകം 2 ബക്കറ്റും കൊട്ടിക്കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ റേഷൻ കടയിൽ നിന്ന് ചണച്ചാക്ക് കിട്ടുമല്ലോ, അത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. അതാകുമ്പോൾ നനവ് കുറച്ച് നേരത്തേക്ക് ഇതിൽ തന്നെ ഉണ്ടാവും. ഈ സെറ്റപ്പൊക്കെ കാണാൻ വേണ്ടി 2 ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അവന്മാർക്കാകുമ്പോൾ ഇതിൻ്റെ നാറ്റം കാരണം മൂക്കൊക്കെ പൊത്തി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇനി വേണ്ടത് മണ്ണിരയാണ്. അത് നമ്മളൊരു സ്ഥലത്തുനിന്ന് മേടിച്ച് വെച്ചേക്കാണ്. ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ അടച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ. ഇനി അതിനെ നമ്മളെടുത്ത് ഈ പുതിയ പോട്ടിലേക്ക് മാറ്റണം. 2 കയ്യിലും ഗ്ലൗസ് ഇട്ടിട്ടാണ് കേട്ടോ അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്തത്. അതിനെല്ലാം പെറുക്കി ഒരു ട്രേയിലേക്ക് മാറ്റി പിന്നീട് നമ്മൾ ബയോഗ്യാസിൻ്റെ ആ അടപ്പില്ലേ, പച്ച ചാണകമൊക്കെ ഇട്ടിരിക്കുന്നതിലേക്ക് മാറ്റാണ് ചെയ്തത്. ഈ മണ്ണിരൊരു പ്രത്യേക മണ്ണിരയാണ്. ഇതൊരു 20 ദിവസം കൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന 2 ബക്കറ്റ് ചാണകമൊക്കെ തിന്ന് തീർക്കും. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ചാണകം കൊടുത്തുകൊണ്ടിരിക്കണം. അതങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിനകത്ത് ഇങ്ങനെ പെരുകി വരും. അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ ഫുഡ് വേസ്റ്റ് എല്ലാം സോർട്ട് ചെയ്ത് അതിലിടുകയാണെങ്കിൽ നല്ല മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് തന്നെ വീട്ടിൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, നമുക്കിതിൽ എലിയോ പിന്നെ പക്ഷി അല്ലെങ്കിൽ പല്ലി, കൊതുക് അങ്ങനത്തെ സാധനങ്ങളൊന്നും കയറാണ്ട് മൂടി വെച്ച് ശ്രദ്ധിക്കണം. പിന്നെ അധികം വെയിലും മഴയും ഒന്നും കൊള്ളാൻ പാടില്ല. അപ്പം നമ്മളൊരു മൂടി വെച്ചിട്ട് നമ്മളത് അടച്ചിട്ടു. പിന്നെ കൊതുകുവലയുടെ നെറ്റ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഒന്ന് സൈഡൊന്ന് മൂടി വെച്ചു. എയർ സർക്കുലേഷനും നിർബന്ധമാണ്. അങ്ങനെയൊക്കെ മണ്ണിര കമ്പോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്